എന്തിനാണ് നിസ്കാരം മാറ്റി നിർവഹിക്കുന്നത്? എന്തിനാണ് നോമ്പ് വീണ്ടുമെടുക്കുന്നത്? ഖാലയത്തബത്തും ഫുലാനൻ, നിങ്ങൾ ഒരു വ്യക്തിയെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വുളൂ നിങ്ങൾ മാറ്റണം, നിസ്കാരം മാറ്റണം, നോമ്പ് മറ്റൊരു ദിവസം എടുക്കണം, ഈ നോമ്പ് പൂർത്തീകരിക്കുകയും വേണം. സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ ഗൗരവം? മിഷ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാം. വളരെ ഗൗരവമേറിയ വിഷയമാണ്. മറ്റൊരാളുടെ കുറ്റം പറയുക എന്നത് അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ ഭാഗ്യമാണ് നമ്മുടെ ദോഷത്തെ സംബന്ധിച്ച്, ന്യൂനതയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയെന്നത്. നമ്മുടെ ന്യൂനതയെ സംബന്ധിച്ച് ധാരാളം ചിന്തിക്കുക, അതെങ്ങനെ എനിക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കുക. അതാണ് ആഖിറം രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം. നിങ്ങൾ കണ്ടില്ലേ, സാലിഹീങ്ങളായ മഹാന്മാർ നമ്മെ ഉപദേശിച്ചു, ഓ ജനങ്ങളെ, സാധാരണ ജനങ്ങൾ 6 കാര്യം കൊണ്ട് സാധാരണ ജോലിയാകുന്നവരാണ്. നിങ്ങൾ ആഖിറം ചിന്തിക്കുന്നവരാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങളും മുറുകെ പിടിക്കണം. അതെന്താണ്? ഇദസ്തഗലന്നാസു ബികസ്റത്തിൽ അമാലി ഫസ്തഗിലു അൻതും ബിഹുസ്നിൽ അമാൽ. പല ജനങ്ങളും കുറെ അമൽ ചെയ്യണം, കുറെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുമ്പോ ഫസ്തഗിലു അൻതും ബിഹുസ്നിൽ അമാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ശരിയായ നിലയ്ക്ക് ചെയ്യണം, ചെയ്യുന്ന പ്രവർത്തനം നല്ല നിലയ്ക്ക് ചെയ്യണം എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. കുറേ ചെയ്യുന്നതിനേക്കാൾ ആലോചിക്കേണ്ടത് ചെയ്യുന്ന കാര്യം ഭംഗിയാക്കി ചെയ്യാനാണ്. വസാനി 6ൽ 2ാമത്തെ കാര്യം, ഇദസ്തഗലന്നാസു ബിൽ ഫവാഇലി ഫസ്തഗിലു അൻതും ബിഇത്മാമിൽ ഫറാഇലി. ജനങ്ങൾ പലരും ബഹുമാനമുള്ള നിലക്ക് കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ അത് ശ്രമിക്കുന്നത് മോശമായതുകൊണ്ടല്ല, നിങ്ങളുടെ ഫർള് വീടുന്ന നിലക്ക് ഏത് കാര്യവും ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണം. ഫർള് വീടാത്ത രൂപത്തിലായി പോകരുത്. ഉദാഹരണത്തിന് സഹോദരന്മാരെ, ഹജ്ജിന് പോയി തവാഫ് ചെയ്യുന്ന സമയത്ത് ആ തവാഫ് വുളൂ മുറിയാതെ, ഒരന്യ പെണ്ണിനെ തൊട്ടുപോകാതെ, ഒരന്യ പുരുഷനെ പെണ്ണ് തൊട്ടുപോകാതെ ഷർത്തും ഫർളും ഒപ്പിച്ച് തവാഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മറ്റ് പലരും ചിലപ്പോൾ ഏട് നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുന്ന തിരക്കിൽ അന്യപെണ്ണിനെ തൊട്ടുപോകുകയാണ്, അല്ലെങ്കിൽ അന്യപെണ്ണ് തൊടുകയാണ്, അന്യപെണ്ണിനെ മുട്ടിപ്പോവുകയാണ്, അല്ലെങ്കിൽ നന്നായി അതേ യുക്തിദായ ചെയ്തുകൊണ്ട് മനുഷ്യൻ തവാഫ് ചെയ്യുന്ന സമയത്ത് പൂനൂൽ വേഷം കെട്ടുക എന്ന് പറഞ്ഞ് തുണിയിടുന്നൊരു രൂപമുണ്ടല്ലോ, ആ രൂപം സ്വീകരിക്കുമ്പോൾ ചുമരിൽ അന്യപെണ്ണ് വന്ന് തൊടാൻ കാരണമാവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഹജ്ജും തവാഫും ബാത്തുലാകാതെ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നതാണ് ആലോചിക്കേണ്ടത്. ബഹുമാനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഫർളിന് കേടുവരുമെങ്കിൽ ഫർള് കേടുവരാതെ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്നാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇദസ്തഗലന്നാസു ബിൽ ഫവാഇലി ഫസ്തഗിലു അൻതും ബിഇത്മാമിൽ ഫറാഇൽ. ഇതുപോലെ 3ാമത്തെ കാര്യം, ഇദസ്തഗലന്നാസു ബിഇസ്ലാഹിൽ അലാനിയതി ഫസ്തഗിലു അൻതും ബിഇസ്ലാഹിസ് സിരി. ജനങ്ങൾക്കിടയിൽ നല്ലവനായി പരസ്യജീവിതം നന്നാക്കാൻ പലരും പരിശ്രമിക്കുമ്പോൾ ഫസ്തഗിലു അൻതും ബിഇസ്ലാഹിസ് സിരി, രഹസ്യജീവിതം നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പരസ്യജീവിതം നന്നാകേണ്ടത് തന്നെ, പക്ഷേ രഹസ്യജീവിതം നന്നാകാതെ പരസ്യജീവിതം നന്നായതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ
പ്രയാസം തന്നെ. അതുകൊണ്ട് പരസ്യ ജീവിതം നന്നാക്കാൻ പലരും ശ്രമിക്കുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ രഹസ്യ ജീവിതം നന്നാക്കാൻ ശ്രമിക്കണേ. നാലാമതായി മഹാന്മാർ ഉപദേശിക്കുന്നു, ഇദസ്തഗലന്നാസു ബിഉയൂബിന്നാസി ഫസ്തഗിലൂ അൻതും ബിഉയൂബി അൻഫുസികും. ജനങ്ങൾ പലരും മറ്റുള്ളവന്റെ കുറ്റമെന്ത്, മറ്റുള്ളവന്റെ കുറവെന്ത്, അവന്റെ തകരാറെന്ത് എന്ന് ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് ജോലിയാവുകയും ചെയ്യുമ്പോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കൊണ്ട് ജോലിയാകുന്നതിന് പകരം ഫസ്തഗിലൂ അൻതും ബിഉയൂബി അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളുടെ ന്യൂനതകൾ എന്താണ്, ദൗർബല്യങ്ങൾ എന്താണ്, സ്വന്തം ശരീരത്തിന്റെ തകരാറെന്താണ്, അത് ചിന്തിച്ച് അത് നന്നാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണേ. ആറാമതായി മഹാന്മാര് പറഞ്ഞു, ഇദസ്തഗലന്നാസു ബിഇമാറത്തി ദുനിയാ ഫസ്തഗിലൂ അൻതും ബിഇമാറത്തിൽ ആഖിറ. ജനങ്ങള് പലരും ദുന്യാവ് നേടാൻ വേണ്ടി, ദുന്യാവ് പരിചരിക്കാൻ വേണ്ടി, ഭൗതിക ലോകത്ത് ധാരാളം ആഡംബരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ദുന്യാവിൽ ധാരാളം ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ വേണ്ടി, ഈ ഭൗതികമായ ലോകത്ത് ധാരാളം പലതും ചെയ്ത് ഈ ഭൗതിക ലോകത്തെ പരിപാലിക്കാൻ വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ ഫസ്തഗിലൂ അൻതും ബിഇമാറത്തിൽ ആഖിറ, നിങ്ങൾ പാരത്രിക ലോകത്തേക്ക് ബിൽഡിംഗ് നിർമ്മിക്കാൻ, പാരത്രിക ലോകത്തേക്ക് കൃഷി ചെയ്യാൻ, പാരത്രിക ലോകത്തേക്ക് ആവശ്യമായത് നേടിയെടുക്കാൻ അതിന്റെ പരിശ്രമങ്ങളുമായി ജോലിയാകണം. ആറാമതായി പറഞ്ഞത്, ഇദസ്തഗലന്നാസു ബിത്വലബിൽ വൽ മഖ്ലൂഖീൻ. ജനങ്ങൾ പലരും സൃഷ്ടികളുടെ സംതൃപ്തി കിട്ടണം എന്ന് ചിന്തിച്ച് പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി, പലരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി, പലരുടെയും അംഗീകാരം ലഭിക്കാൻ വേണ്ടി പലതും പ്രവർത്തിക്കുമ്പോൾ ഫസ്തഗിലൂ അൻതും ബിത്വലബി റിളല്ലാഹി തആല. എല്ലാം കൊടുക്കാനും തടയാനും അധികാരമുള്ള ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ജോലികളിലും, അതിനുവേണ്ടിയുള്ള സുഖലുകളിലും, അതിനുവേണ്ടിയുള്ള ചലനങ്ങളിലും അടക്കങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ ശരീരം ജോലിയാക്കണേ. സാലിഹീങ്ങളായ മഹാന്മാരുടെ ഉപദേശമാണ്. ഈ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മ വേണം. ഞാനെപ്പോഴും ചിന്തിക്കേണ്ടത് എന്റെ കുറ്റവും കുറവുമാണ്, അത് പരിഹരിക്കാൻ എന്റെ ചിന്ത സാധിക്കുമെന്നതാണ്. അതോടുകൂടെ മറ്റുള്ളവർ നന്നാകാൻ വേണ്ടി നല്ല നിലക്ക് ഉപദേശിക്കാം, നിർദ്ദേശിക്കാം. പക്ഷേ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്തത് അവനെ സംബന്ധിച്ച് മറ്റൊരാളോട് പറയാൻ പാടില്ല. ഇത് പ്രത്യേകമായി അതാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അത് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണെന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, അറുക്കാതെ തിന്നാൻ പറ്റുന്ന ജീവികളാണ് ജറാദും മത്സ്യവും. എന്നാൽ അറുത്താൽ തിന്നാൻ പറ്റുന്ന ജീവികളാണ് ആടും പശുവും ഒട്ടകവുമൊക്കെ. എന്നാൽ അറുത്താലും അറുത്തില്ലെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യനും തിന്നാൻ ഇഷ്ടപ്പെടാത്ത മാംസവും ഒരിക്കലും തന്നെ ആക്രമിക്കാൻ ഒരു നിലക്കും പാടില്ലാത്ത ജീവിയും ഒരിക്കലും ഒരു ശല്യവും ചെയ്യാൻ പറ്റാത്ത ജീവിയുമാണല്ലോ മനുഷ്യനെന്ന് പറയുന്നത്. ആ മനുഷ്യനെ തിന്നാൻ വകുപ്പില്ലല്ലോ. എന്നാൽ ആ മനുഷ്യന്റെ ശരീരത്തിലെ മാംസം ചത്തതിനു ശേഷം ആ മനുഷ്യന്റെ ശരീരത്തിലെ ശവത്തിൽ നിന്ന് പറിച്ച് തിന്നുന്നതിനോടല്ലേ പരിശുദ്ധ ഖുർആൻ മറ്റൊരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത് പറയുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഉപമിച്ചതെന്താണ്? നിങ്ങളൊരാളും മറ്റൊരാൾ ഇഷ്ടപ്പെടാത്തത് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ചോദ്യം, അതെ, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീ
അഖീഹി മൈത്താ ഫകരിഹ്തുമൂ. നിങ്ങളുടെ സഹോദരനായ ഒരു മനുഷ്യന്റെ മാംസം ചത്തുപോയ നിലയ്ക്ക് തിന്നുന്നത്, ശവമായ നിലയ്ക്ക് തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നിങ്ങൾ വെറുക്കുന്നില്ലേ? എന്നാൽ അതിനേക്കാൾ മനസ്സുകൊണ്ട് വെറുക്കേണ്ട കാര്യമാണ് മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച് കുറ്റം പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ പങ്കുചേർന്ന് സംസാരിക്കുന്നവരില്ലേ? അതിനാവേശം പകരുന്നവരില്ലേ? അവിടെ വെച്ച് കൈയടിക്കുന്നവരില്ലേ? അതിനുവേണ്ടി മറ്റൊരാളെ കുറ്റം പറയുന്ന സമയത്ത് അത് കേട്ടിരുന്ന് കൊടുക്കുന്നവരില്ലേ? വാസ്തവത്തിൽ മറ്റൊരു മനുഷ്യന്റെ ശവം തിന്നുന്ന സമയത്ത് അതിൽ ഭാഗവാക്കാകുന്ന പ്രവർത്തനമല്ലേ ഗീബത്ത് പറയുന്ന സദസ്സിലിരിക്കുന്നവൻ ചെയ്യുന്നത്? ഇതിനേക്കാൾ വലിയൊരു തെറ്റായ കാര്യവും ഇത്രയും മോശമായൊരു കാര്യവും വേറെ പറയേണ്ടതുണ്ടോ? കേട്ടിട്ടില്ലേ സഹോദരന്മാരെ? മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്തിറങ്ങാൻ തന്നെ കാരണമെന്തായിരുന്നു? പണക്കാരും ഐശ്വര്യമുള്ളവരുമായ ജനങ്ങളുടെ കൂടെ പാവപ്പെട്ട ആളുകളെയും കൂടി പറഞ്ഞേച്ചു കൊടുത്തുകൊണ്ട് ഐശ്വര്യക്കാരായ ആളുകളുടെ ഭക്ഷണം പാകം ചെയ്യുകയും അതുപോലെ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന്, പാവപ്പെട്ട സഹാബിക്ക് ഭക്ഷണം നൽകാൻ ഐശ്വര്യമുള്ളവരെ ഏൽപ്പിക്കുന്നൊരു പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീന നിവാസിയല്ലല്ലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അതാ രണ്ട് സഹാബികളുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചു കൊടുത്തു. അവർ രണ്ടാളും ഒരു യാത്രയിൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അങ്ങ് പോയി. ഭക്ഷണം പാകം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് സൽമാൻ റളിയല്ലാഹു അൻഹുവാണ്. പക്ഷേ മഹാനവറുകൾ ഭക്ഷണം പാകം ചെയ്യാതെ അന്നത്തെ ദിവസം ക്ഷീണത്തോടെ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ആവശ്യമായ സമയം നോക്കുമ്പോ ഭക്ഷണം അവരുടെ കൈവശത്തിലില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ല. ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളതുപോലെ വിവരമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് അവര് പറഞ്ഞു, എന്നാൽ നിങ്ങൾ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടൊരൽപ്പം ഭക്ഷണത്തിന് ആവശ്യപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് സൽമാൻ റളിയല്ലാഹു അൻഹു ചെന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസാമത്ത് ബിൻ സെയ്ദ് അദ്ദേഹമാണ് അതാ സ്റ്റോർ കീപ്പറായി ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്ത് ക്യാന്റീനിന്റെ ഉത്തരവാദിത്വമുള്ളത് ബഹുമാനപ്പെട്ടവർക്കാണ്. ആ ഉസാമത്തിനോട് പോയി ഭക്ഷണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കൂ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണവും അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന് കൂട്ടാനുമായി വല്ലതും അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം തരുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഒന്നും ബാക്കിയില്ല, നിങ്ങൾക്ക് നൽകാൻ ഇവിടെ ഭക്ഷണമൊന്നും ബാക്കിയില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഇല്ല, അവരുടെ അടുക്കൽ ഭക്ഷണം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഭക്ഷണം ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഈ രണ്ടാളുകളും പറഞ്ഞു, ഉസാമ ഉണ്ടായിട്ട് തരാഞ്ഞിട്ടാണ്, അല്ലാഹുവിന്റെ റസൂല് കാരുണ്യത്തോടെ തരാൻ പറഞ്ഞതാണ്, എന്നിട്ട് ഓഫീസിലുള്ള ആള് കൊടുക്കാഞ്ഞിട്ടാണ്. പലപ്പോഴും ചിലപ്പോൾ നമുക്ക് തോന്നും വളരെ മാനവമായി കൈകാര്യം ചെയ്യുന്ന വലിയ നേതാക്കന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ അവരുടെ ഓഫീസിൽ നിന്നൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ
ഓഫീസിലിരിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, ക്യാന്റീനിലിരിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, അവരുമായി ഇടപഴകി എപ്പോഴും ജീവിക്കുന്നവരെ കുറ്റം പറയുന്നവരില്ലേ, യാഥാർത്ഥ്യം ചിന്തിക്കാതെ പറയുന്നവരില്ലേ, അതിൽ പലപ്പോഴും സാധാരണക്കാരും അല്ലാത്തവരും പെട്ടുപോകാറില്ലേ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഉസാമ റളിയല്ലാഹു അൻഹു കൊടുക്കാഞ്ഞിട്ടാണെന്നവർ പറഞ്ഞു. അപ്പൊ മഹാരാജ സൽമാനുൽ ഫാരിസി തങ്ങളോട് ഇവര് രണ്ടുപേരും പറഞ്ഞു, നിങ്ങളെന്നാൽ ഏതെങ്കിലും സഹാബികളുടെ കയ്യിൽ വല്ല ഭക്ഷണവുമുണ്ടോ എന്നൊന്ന് നോക്കൂ. ബഹുമാനപ്പെട്ടവര് പലരുടെയും സമീപത്തേക്ക് ചെന്നു നോക്കൂ. ഒരു സ്ഥലത്തു നിന്നും ഭക്ഷണം കിട്ടാതെയായപ്പോ ഇവര് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലൗ ബഅത്നാക ഇലാ ബിഇരിൻ സംഹത്തിൻ ലഗാറ മാഉഹാ. സൽമാനെ, നന്നായി ഉറക്കുന്ന കിണറ്റിന്റെ സമീപത്തേക്ക് വെള്ളമെടുക്കാൻ നിന്നെ പറഞ്ഞേച്ചാൽ നീയാണ് പോകുന്നതെങ്കിൽ കിണറ്റിലെ വെള്ളവും വറ്റിപ്പോകും. നീ അങ്ങനത്തെ ഒരാളാണ്. എവിടെ ചെന്നാലും നിന്നെ പറഞ്ഞേച്ചാൽ ഒന്നും കിട്ടൂല. നന്നായി ഉറവുള്ള കിണറാണെങ്കിലും നീ ചെന്നാൽ ആ ഉറവും പറ്റിപ്പോകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നീ എന്നങ്ങ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തൊരു വേദന തോന്നിയിട്ടുണ്ടാകും സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്. പിന്നീട് ഈ രണ്ട് കക്ഷികളും ഇറങ്ങിയിട്ട് അതാ ഉസാമയുടെ അടുക്കൽ, അതാ ഭക്ഷണത്തിന്റെ സ്റ്റോർ കീപ്പറുടെ അടുക്കൽ ഭക്ഷണമുണ്ടോ എന്ന് മെല്ലെ എത്തി നോക്കാനും ചുഴന്നന്വേഷിച്ചു നോക്കാനും തുടങ്ങി. അപ്പോഴാണ് സഹോദരന്മാരെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം അവരിങ്ങ് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരെ മുഖത്തു നോക്കി ചോദിക്കുകയാണ്, മാലിയറാ ഖദറത്തൽ ലഹ്മി ഫീ അഫ്വാഹികുമാ. നിങ്ങളുടെ തൊള്ളയിൽ പച്ച മാംസം കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് അവർ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് മാ തനാവൽനാ യൗമനാ ഹാദാ ലഹ്മൻ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു മാംസവും കഴിച്ചിട്ടില്ല, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം തുമാ ബിഅഖ്ലി ലഹ്മി സൽമാൻ വ ഉസാമ. നിങ്ങൾ സൽമാനുൽ ഫാരിസിയുടെയും ഉസാമത്ത് ബിൻ സയ്യിദിന്റെയും മാംസം തിന്ന് വരികയല്ലേ. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കലും തന്നെ മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം ഒരാളെ സംബന്ധിച്ചും സംസാരിക്കരുത്. വേറെ ഒരു മനുഷ്യന്റെ ന്യൂനത എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ചുഴന്നന്വേഷിക്കുന്ന സ്വഭാവവും ഉണ്ടാകരുത്. തെറ്റ് ചെയ്തതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ അവനെ സ്വകാര്യം വിളിച്ച് ഉപദേശിക്കാൻ ശ്രമിക്കണം, സ്വകാര്യം വിളിച്ച് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഒരു മനുഷ്യനെ കുറവാക്കി സംസാരിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കുറവാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അവന് വേണമെങ്കിൽ അങ്ങോട്ടും പറയാം, എന്നാലും പറയാതിരിക്കുന്നതാണ് ഉത്തമം. നേരെ മറിച്ച് ഒരിക്കലും തന്നെ ഇങ്ങോട്ട് പറയാത്ത ഒരു മനുഷ്യനെ ഒരു നിലക്കും അങ്ങോട്ട് പറയാൻ ഒരു വകുപ്പും ഒരു വിഷയത്തിലുമില്ല. ഇക്കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഗീബത്ത് പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യൻ നന്നാവുകയില്ല. മനുഷ്യൻ നന്നാകാൻ വളരെ നല്ല നിലക്കവനെ ഉപദേശിക്കുകയാണ് ആവശ്യം. ഉപദേശിക്കുന്ന ഒരു മനുഷ്യനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉണർത്തുകയോ അല്ലെങ്കിൽ ഒരു രാജാവും അധികാരസ്ഥനും മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് നിർത്തിക്കാൻ അധികാരമുള്ള അധികാരിയോട് അദ്ദേഹം അത് നിർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് മനസ്സിലാക്കി അവൻ പറയുന്നതും അവൻ സാക്ഷിയാകുന്നതുമായ കാര്യങ്ങൾ സത്യമാണെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വന്നാൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഇന്ന തകരാറുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതോ അത് തെറ്റായ കാര്യമല്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളോടൊരു മനുഷ്യൻ അതാ ഒരു ജോലിക്ക് നിർത്താൻ വേണ്ടി ഒരാളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോ, അല്ലെങ്കിൽ മകളുടെ ഭർത്താവായി സ്വീകരിക്കാൻ അന്വേഷിക്കുമ്പോ, അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കാൻ അന്വേഷിക്കുമ്പോ അവിടെ സത്യം ഒരു നിലക്കും മൂടിവെക്കാൻ പാടില്ല. ചോദിച്ചാൽ അതിന്റെ മറുപടി പറയണം. ഉദാഹരണത്തിന് ഒരു പ്രാവശ്യം വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീയാണെങ്കിൽ, പെണ്ണാണെങ്കിൽ
ആ പെണ്ണിന്റെ ഒരു നിക്കാഹിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഒരുങ്ങുമ്പോ ആ പെണ്ണ് മുമ്പൊരിക്കൽ നിക്കാഹ് ചെയ്യപ്പെട്ട പെണ്ണാണോ എന്ന് ചോദിക്കുമ്പോ അതേ, ഒരിക്കൽ നിക്കാഹ് നടന്നതാണെന്ന് സത്യം പറയണം. അതാ പെണ്ണിന്റെ കുടുംബം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയണം. ഇതുപോലെ ഒരു വരനെ അന്വേഷിക്കുന്ന സമയത്ത് വരൻ കള്ളുകുടിയനാണെന്ന് നമുക്കറിയാമെങ്കിൽ